ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നമ്മുടെ കേരളത്തിലെ ജിഹാദികള് സംഖ്യകളെ താറടിക്കാൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് മുസ്ലിം വിദ്വേഷം ഛർദ്ദിച്ചിട്ട് അറബി നാട്ടിൽ പോയിട്ടുള്ളട നീയൊക്കെ അന്നത്തിന് പകതിരുന്നതെന്ന് ഇല്ലേ? നമ്മൾ പല പ്രാവശ്യത്തിൽ കേട്ടതാണ്. കാശുണ്ടെങ്കിൽ, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, അവിടെ ജോലി ഒഴിവുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും നിയമാനുസൃതമായ രീതിയിൽ എവിടെയും പോയിട്ട് തൊഴിൽ ചെയ്ത് അന്നത്തിന് വക തേടാം. പക്ഷെ അറബി നാട്ടിൽ പോയാൽ ഒരു ഹിന്ദു ആണെങ്കിൽ, ഒരു സംഖ്യയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് അവർ കണക്കാക്കില്ല. കാരണം ഭാരതത്തിലെ എല്ലാവരും ഹിന്ദുക്കളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അറബി നാട്ടുകാർ. പക്ഷേ മതം മാറ്റപ്പെട്ട മുസ്ലിങ്ങൾ അറബി നാട്ടിൽ പോകുമ്പോൾ നിങ്ങളെ ഒരിക്കലും അവർ മുസ്ലിമായിട്ട് കണക്കാക്കാറില്ല, അല്ലെങ്കിൽ ഒറിജിനൽ മുസ്ലിമായിട്ട് കണക്കാക്കാറില്ല. മതം മാറിയ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കാറുള്ളൂ. ഇന്ത്യയിലെ മതം മാറിയ മുസ്ലിങ്ങൾ, യഥാർത്ഥ മുസ്ലിങ്ങൾ, അതായത് അറബികൾ നിങ്ങളെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയിപ്പോ ഞാൻ ഇത് പറയുമ്പോ അതിന്റെ കാരണം എന്താന്ന് നിങ്ങൾ അന്വേഷിക്കൂലേ? ഇനി മുതൽ അറബികളല്ലാത്ത ആൾക്കാർ, അതായത് മതം മാറിയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ട മുസ്ലിങ്ങൾ, കന്തൂറ വസ്ത്രം അഥവാ അറബി വസ്ത്രം ഇനി മുതൽ ധരിച്ചുകൊണ്ട് അറബി നാട്ടിൽ നടക്കാൻ പാടില്ലത്ര. എന്തൊരു ഗതികേടാന്നല്ലേ! ഇവിടുന്നൊക്കെ ഇവര് അറബികളുടെ മൂത്താപ്പാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. ആ നിങ്ങളോടാണ് പറയുന്നത് ഇനി അറബി നാട്ടിൽ അറബിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ, അതായത് ഈ മാർക്കം കൂടിയ മതം മാറിയ മുസ്ലിങ്ങൾ നടക്കാണ്ട് പാടില്ലെന്ന്. എന്റെ പൊന്നു ചങ്ങാതി, ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചിട്ട് അറബി നാട്ടിലൊക്കെ നടന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പിഴ എത്രയാണെന്ന് അറിയോ? 8 ലക്ഷം രൂപയാണ് നിങ്ങൾ അവിടെ ഫൈൻ അടക്കേണ്ടത് ഈ അറബി വസ്ത്രം ധരിച്ച് നടന്നു കഴിഞ്ഞാൽ. ഈ അറബി വസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ലെന്ന്, അത് കന്തൂറ വസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ലെന്ന് അറബികൾ പറയുന്നതിന്റെ പ്രധാന കാരണം എമിറാത്തികളുടെ തനത് സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടിയാണത്രേ. അങ്ങനെ പറയുമ്പോൾ ഇവിടുന്ന് കയറിപ്പോന്ന, അതായത് ഈ മതം മാറിയ മുസ്ലിങ്ങളായിട്ടുള്ളവർ കയറിപ്പോയിട്ട് ഈ കന്തൂറ വസ്ത്രം അല്ലെങ്കിൽ അറബി വസ്ത്രം ധരിക്കുമ്പോൾ അവരുടെ എമിറാത്തികളുടെ തനത് സംസ്കാരം നഷ്ടപ്പെടുകയാണെന്നാ പറയുന്നത്. എന്തിനാണ്? നമുക്ക് സ്വന്തമായിട്ടൊരു സംസ്കാരമുണ്ട്, അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ. സത്യത്തിൽ ഇത്രയും ക്രൂരത ഒരു സംഖ്യകൾക്കും ഒരറബി നാട്ടിലും നേരിടേണ്ടി വരില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ എന്തുകൊണ്ടായിരുന്നു അറബികളെ ഈ മുസ്ലിങ്ങളോട്, അതായത് അവരുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരോട് ഇത്രയ്ക്ക് ക്രൂരത ചെയ്യാൻ കാരണം, അല്ലെ ക്രൂരത പറയാൻ കാരണം, കാണിക്കാൻ കാരണം? അങ്ങനെയൊക്കെ ചെയ്യാണ്ട് പാടുണ്ടോ? എന്തായാലും ഒരേ മതക്കാരല്ലേ, അവിടെയാണ് തെറ്റിയത്. അവർ, അതായത് അറബികൾ യഥാർത്ഥ മുസ്ലിങ്ങളും ഇവിടുന്ന് പോകുന്ന ഒരു മതം മാറിയ മുസ്ലിങ്ങളുമാണ്. രണ്ടും ഒരുപാട് ആന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ഇവിടുത്തെ നമ്മളെ കേരളത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു വലിയ ധാരണ, അവിടെ പോയിട്ട് കുറച്ച് പുത്തൻ കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അറബി നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ അറബി വേഷം ധരിച്ചു കഴിഞ്ഞാൽ അറബികളാകുന്നു. അങ്ങനൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇന്ത്യക്കാരാണ്, അറബികളല്ല. എത്ര വേഷം ധരിച്ചു നിന്നാലും നിങ്ങളെ അവർ കണക്കാക്കുക ഇന്ത്യയിലത്തെ മതം മാറിയ മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്. നിങ്ങളുടെയൊക്കെ ജന്മഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതമാണ്. നിങ്ങളൊക്കെ വളർന്നു വരുന്നതും ജീവിച്ചു വരുന്നതും ഇനി മരിക്കേണ്ടതും ഭാരതഭൂമിയിലെ ഭാരത സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഈ അറബികൾ അറബി നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നിട്ട് മതം മാറ്റിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ മുസ്ലിങ്ങളായത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഹൈന്ദവരായിരിക്കും. അറബികൾ വന്ന് മതം മാറ്റിയത് കൊണ്ട് മാത്രം മുസ്ലിങ്ങളായവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ പാരമ്പര്യം അറബി സംസ്കാരമല്ല, നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇനി മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാണിജ്യ പരസ്യങ്ങളിലും വിദേശികൾ, അതിന് ഏത് നാട്ടിലെ ആൾക്കാരായാലും ശരി, വിദേശികൾ UAE പരമ്പരാഗത വേഷമായ കന്തൂറ അല്ലെങ്കിൽ അബ ധരിക്കുന്നത് കർശനമായിട്ടാണ് അവർ നിരോധിച്ചിരിക്കുന്നത്. അഥവാ ഇത് ഒരിക്കൽ കൂടി, അഥവാ ഈ കന്തൂറ വസ്ത്രം അല്ലെങ്കിൽ അബ വസ്ത്രം അല്ലെങ്കിൽ അറബി വേഷം ആരെങ്കിലും ധരിച്ചിട്ട് കണ്ടാൽ നല്ല ഫൈൻ അടക്കേണ്ടി വരും. 8 ലക്ഷമാണ് ഫൈൻ തുക. അറബികൾ ഈ അറബി വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് നിരോധിക്കാൻ വേണ്ടിയുള്ള പ്രധാന കാരണം ഇവർ ഈ അറബി വേഷം ധരിച്ചിട്ട് പല കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നു എന്നാണ്. ഒന്നാമത് അറബികളെ പോലെ മതം മാറിയവർക്ക് അല്ലെങ്കിൽ മതം മാറ്റപ്പെട്ടവർക്ക് അറബികളെ പോലെ സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അറബി വസ്ത്രം ധരിച്ചിട്ട് തെറ്റായ സംസാര രീതിയും അല്പത്തരങ്ങളും കാണിക്കുന്നു എന്നാണ് അറബികൾ പറയുന്നത്. അതെല്ലാം തന്നെ അറബ് സംസ്കാരത്തിന് നിഷിദ്ധമാണത്രേ. കൂടാതെ അവർക്ക് യോജിക്കാനോ പൊരുത്തപ്പെടാനോ ആവാത്തതാണ്. ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് അറബികൾ ഇനി അറബി വസ്ത്രം മറ്റ് വിദേശികൾ, അല്ലെ മതമാറ്റപ്പെട്ടവർ ധരിക്കാണ്ട് പാടില്ല എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നത്.
ശരിക്കും ഈ അന്നം തരുന്ന രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പിറന്നാടിന് തുല്യം തന്നെയാണ് അല്ലെ? നമ്മൾ പെറ്റമ്മയും പോറ്റമ്മയും രണ്ടും ഒന്നാണ്. എന്നാൽ അവരുടെ നാട്ടിൽ പോയിട്ട് അവരുടെ വേഷം ധരിച്ച് അവരുടെ മുന്നിൽ നിന്ന് അവരുടെ ഭാഷയെ വികലമായിട്ട് ചിത്രീകരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ തനതായ വേഷം കെട്ടി ആ നാടിന്റെ ധർമ്മത്തെയും പൈതൃകത്തെയും ആക്ഷേപിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയും. നിങ്ങളൊക്കെ എത്ര തന്നെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാലും അവരുടെ ആ വേഷം കെട്ടി അവരുടെ മുന്നിലേക്ക് പോകുമ്പോൾ അവർക്ക് നിങ്ങൾ വെറും വേഷം കെട്ടുകാരാണ്, വെറും കോമാളികൾ. ഇനി ഓരോ വിദേശി മുസ്ലിങ്ങൾക്കും ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ കാന്തൂറ വസ്ത്രം ധരിക്കാൻ നിൽക്കരുത്, അറബി വസ്ത്രം ധരിക്കരുത്. സ്വന്തം പൈതൃകത്തെയും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ബഹുമാനിക്കാൻ അറിയാത്ത അന്യന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും ആദ്യം തന്നെയായിരിക്കും. അറബി നാട്ടിൽ അവിടെ തൊഴിൽ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അവിടെ തൊഴിലെടുക്കുക, അവർക്ക് നിങ്ങളുടെ സേവനം നൽകുക, അതിന് പ്രതിഫലം വാങ്ങി നാട്ടിലേക്ക് തിരിച്ചു വരിക. അതല്ലാതെ അവരുടെ പൈതൃകമായ കന്തൂറ വസ്ത്രം ധരിച്ച് അറബി വസ്ത്രം ധരിച്ചിട്ട് ആളാവാൻ ശ്രമിക്കുകയാണെങ്കിൽ പണിയെടുത്ത തുക മുഴുവൻ ഫൈൻ അടച്ച് തിരിച്ചു പോരേണ്ടി വരും. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടിട്ട് വന്നിരിക്കുന്നവരെല്ലാവരും ജയ് ഹിന്ദ്.